സന്ധ്യാദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണിലേക്ക് ശക്തമായ പ്രകാശം തട്ടിയാൽ കണ്ണിന് താങ്ങാൻ കഴിയില്ല. നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ഭാരം നമ്മൾ ഏറ്റിയാൽ നാം വീണുപോകും. എന്നാൽ നിരന്തരമായ പരിശ്രമമുണ്ടായാൽ ഇതെല്ലാം സാധ്യമാകും. നിരന്തരമായ ധ്യാനത്തിലൂടെയും തപസ്സിനു തുല്യമായ ജീവിതത്തിലൂടെയും മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ ഈശ്വരനെ ദർശിക്കാനുള്ള കരുത്ത് ലഭിക്കുകയുള്ളൂ. ഇന്ന് ചൊവ്വാഴ്ച, ദേവീ പ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഈ സായം സന്ധ്യയിൽ ഒരു ദേവീനാമം കേട്ട് മടങ്ങി വരാം. ജഗജനനി സുഖപാണി കല്യാണി, 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 ജഗജനനി ജഗജനനി. സുഖസ്വരൂപിണി മധുരവാണി, സുഖസ്വരൂപിണി മധുരവാണി, സുഖസ്വരൂപിണി മധുരവാണി, സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി, സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി, സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി, ജഗജനനി ജഗജനനി ജഗജനനി. പാണ്ഡ്യകുമാരി ഭവാനി അംബാസുത രഞ്ജനി പരമേശ്വരി, പാണ്ഡ്യകുമാരി ഭവാനി അംബാസുത രഞ്ജനി പരമേശ്വരി, സുഖസ്വരൂപിണി മധുരവാണി, സുഖസ്വരൂപിണി മധുരവാണി, സുഖസ്വരൂപിണി മധുരവാണി, സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി, സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി, സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി, ജഗജനനി ജഗജനനി സുഖപാണി കല്യാണി, ജഗജനനി സുഖപാണി കല്യാണി, ജഗജനനി 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 ജഗജനനി. സുബ്രഹ്മണ്യന്റെ ഭാര്യമാരിൽ ഒരാളാണ് വള്ളി. ഒരു വേടരാജാവിന്റെ മകളാണ് വള്ളി. ഇന്നത്തെ കഥയമമ്മ സുബ്രഹ്മണ്യന്റെയും വള്ളിയുടെയും കഥ പറയുന്നു. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ശ്രീമുരുകൻ്റെ പത്നിയായിട്ടുള്ള ദേവസേനയായിട്ടുള്ള ഭഗവാന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവാൻ ഇന്ദ്രരാജാവിൻ്റെ മകളായിട്ടുള്ള ദേവസേനയുടെ മാത്രം പതിയല്ല, നമ്മുടെയൊക്കെ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന
ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു വേടൻ, അദ്ദേഹത്തിൻ്റെ കൂടി മകളായിട്ടുള്ള വള്ളിയുടെ കൂടി പതിയാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായത്തിൽ ഭഗവാന്റെ രണ്ടാമത്തെ പത്നിയായിട്ടുള്ള വള്ളിയെക്കുറിച്ച്, ആ വിവാഹത്തെക്കുറിച്ചാണ്, ആ കഥയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, അമൃതവല്ലി അതുപോലെ തന്നെ സുന്ദരവല്ലി എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളുടെ കഥ. അവരുടെ പിതാവ് മഹാവിഷ്ണു ആണ് എന്നും പറഞ്ഞു. എപ്പോഴാണ് ഇവരുടെ ജന്മം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ പല ഗ്രന്ഥങ്ങളിലും കാണുന്നത് ഭഗവാൻ വാമനാവതാരം എടുത്ത് മഹാബലിയെ അനുഗ്രഹിക്കാനായിട്ട് പോയി. ഈ സമയത്ത് ബലിചക്രവർത്തിയുടെ ഭഗവാനോടുള്ള ഭക്തി, അദ്ദേഹത്തിന് ഭഗവാനോട് തോന്നിയിട്ടുള്ള സ്നേഹം, ഇതുകൊണ്ടൊക്കെ തന്നെ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു എന്നാണ് സങ്കല്പം. മഹാവിഷ്ണുവിന് കണ്ണുനീര് വന്നു. 2 തുള്ളി കണ്ണുനീരാത്രേ ഭൂമിയിൽ വീണത്. ആ 2 തുള്ളി കണ്ണുനീരിൽ നിന്നാണ് സുന്ദരവല്ലിയും അമൃതവല്ലിയും ജനിക്കുന്നത്. ഈ സുന്ദരവല്ലിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വള്ളിയായിട്ട് ജനിക്കുന്നത്. അമൃതവല്ലിയാണ് ദേവസേനയായിട്ട് ജനിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടി വന്ന് ജനിച്ചത് ഒരു വള്ളിയുടെ താഴെ ആയതുകൊണ്ട് വള്ളി എന്ന് പേരിട്ടു എന്ന് പറയുന്നുണ്ട്. നമ്പിരാജൻ എന്ന് വിളിക്കപ്പെടുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു വേടനാണ് ഈ കുട്ടിയെ എടുത്ത് വളർത്തുന്നത്. അദ്ദേഹം അവിടുത്തെ രാജാവായിരുന്നു ഗോത്ര വിഭാഗത്തിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ രാജകുമാരിയായിട്ട് ഈ പെൺകുട്ടി വളർന്നു. അവൾ ചെറുപ്പം തൊട്ടേ ഈ ആയോധന കലകളിലൊക്കെ വലിയ പ്രാവീണ്യം നേടിയിരുന്നു. അച്ഛൻ അമ്പും വില്ലും വാൾപ്പയറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും അവളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിസ്ഥലങ്ങൾക്കൊക്കെ കാവൽ നിൽക്കുക എന്ന് പറയണത് വള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ വള്ളി ഒരിക്കൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കൊയ്യാനായിട്ട് പാകപ്പെട്ട് കിടക്കുന്ന ഒരു വയലിന് കാവൽ നിൽക്കുന്ന സമയത്ത് ഒരു സുന്ദരനായിട്ടുള്ള വേടൻ അങ്ങോട്ട് വന്ന് വള്ളിയുമായിട്ട് പ്രണയാഭ്യർത്ഥന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ വള്ളിയാവട്ടെ ചെറുപ്പം മുതലേ സുബ്രഹ്മണ്യസ്വാമി അല്ലാതെ വേറെ ആരെയും താൻ വിവാഹം കഴിക്കില്ല എന്ന് നിർബന്ധമായിട്ടുള്ള ഒരു സത്യം അവരുടെ മനസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേടൻ വന്ന് ഇങ്ങനെയൊക്കെ അവരോട് പറയുന്നത് കേട്ടപ്പോൾ അതിയായിട്ടുള്ള ക്രോധം അവർക്കുണ്ടാവുകയും അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അച്ഛൻ രാജാവ് ഈ വേടനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഭഗവാൻ ഒരു മരത്തിന് രൂപം സ്വീകരിച്ചു എന്നാണ് കഥയിൽ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവരാരെയും തന്നെ കാണാനില്ലല്ലോ എന്ന് കരുതി ഈ രാജാവ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വൃദ്ധനായിട്ടുള്ള ഒരാളുടെ ഭാവത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തു. ഞാൻ ഈ കുട്ടിയെ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് ആ വേടനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഈ രാജാവിനെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടു എന്നാണ്. പിന്നീട് ഈ വൃദ്ധനാണ് വള്ളിയായിട്ട് സംസാരിക്കുന്നത്. ആദ്യമൊക്കെ വൃദ്ധനെ വളരെ നന്നായിട്ട് വള്ളി പരിചരിച്ചു, വേണ്ട ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, നന്നായിട്ട് ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഭഗവാൻ വള്ളിയെ പരീക്ഷിക്കാനായിട്ട് ആ വൃദ്ധ രൂപത്തിൽ ഇരുന്നുകൊണ്ട് വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ വള്ളിക്ക് നേരത്തെ പറഞ്ഞതുപോലെ മുരുകനെ അല്ലാണ്ട് വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്നുള്ള സത്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ആ മഹാത്മാവിൻ്റെ വാക്കുകളെ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. വളരെയധികം ദേഷ്യപ്പെട്ട് പെരുമാറി. അവരുടെ അടുത്തുനിന്ന് ആ വള്ളി എന്ന് പറയുന്ന പെൺകുട്ടി വനത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഭാവിച്ചു. ഈ സമയത്ത് ഭഗവാൻ ആ വൃദ്ധരൂപത്തിൽ ഇരുന്നുകൊണ്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടനായിട്ടുള്ള ഗണപതി ഭഗവാനെ ധ്യാനിച്ചു എന്നാണ്. ആ സമയത്ത് കാട്ടിലൊരു കുട്ടിയാനയായിട്ട് വള്ളിയുടെ മുമ്പിലേക്ക് ഗണപതി ഭഗവാൻ വരികയും ആ ആനക്കുട്ടിയെ കണ്ട് ഭയന്ന് വള്ളി വീണ്ടും ഈ വൃദ്ധൻ്റെ അടുത്തേക്ക് തന്നെ ഓടുകയും ആ വൃദ്ധനെ ചേർത്ത് പിടിക്കുകയും ഈ ഭയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തു എന്നാണ്. ആ സമയത്ത് ആ വൃദ്ധൻ വീണ്ടും പറഞ്ഞു, അത്രേ ഞാൻ നിന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ നീ എന്നെ വിവാഹം കഴിക്കും എന്ന് സത്യം ചെയ്യണം. ആ സമയത്ത് മുരുകനെ അല്ലാണ്ട് വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ള സത്യം ചെയ്തിരുന്നുകൊണ്ട് തന്നെ അതിനെയും അവഗണിച്ച് വള്ളി അവിടെ നിന്ന് പോകാൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ സ്വയം ആ രൂപം കാണിച്ചു കൊടുത്തു വള്ളിക്ക് എന്നാണ്. ഈ വൃദ്ധനായിട്ട് വന്നിട്ടുള്ളത് നീ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഞാൻ തന്നെയാണ് എന്നുള്ള ആ ഭാവത്തിൽ ഭഗവാൻ ആ വേടൻ്റെ രൂപത്തിൽ, ആ സുന്ദരനായിട്ടുള്ള വേടൻ്റെ രൂപത്തിൽ ആ വള്ളിക്ക് ദർശനം കൊടുക്കുകയും വള്ളിയെ ഭഗവാൻ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെയാണ് വള്ളിയുടെ ഒരു പരിണയം ഉണ്ടായതായിട്ട് പറയുന്നത്. വള്ളിയായിട്ട് ഭഗവാൻ താമസിച്ച സ്ഥലമാണ് തിരുത്തണി എന്ന് പറയുന്ന സ്ഥലം. ഈ തിരുത്തണി എന്ന് പറയുന്ന സ്ഥലം ഭഗവാന്റെ 6 പടൈ വീടുകളിൽ ഒന്നാണ്. ദേവയാനിയുമായിട്ട് ഭഗവാൻ താമസിക്കുന്ന സ്ഥലമാണ് തിരുപ്പറംകുണ്ട്രം, വള്ളിയായിട്ട് തിരുത്തണി. ഇത് രണ്ടും ഭഗവാന്റെ 6 പടൈ വീടുകളിൽ പെടുന്ന ആരാധനാ കേന്ദ്രങ്ങളാണ്. ഇന്ന് അവിടെ ചെന്നാൽ നമുക്ക് ഭഗവാനെ വള്ളി സമേതനായിട്ട് തിരുത്തണിയിലും ദേവസേനാ സമേതനായിട്ട് തിരുപ്പറംകുണ്ട്രത്തും കാണാൻ സാധിക്കും. അത്ര ചൈതന്യവത്തായിട്ടുള്ള ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. അവിടെ ഇച്ഛാശക്തിക്ക്, നമുക്കൊരു വിൽ പവറിന്, എപ്പോഴും മാനസികമായിട്ട് ബലമില്ലാത്ത ആൾക്കാർ,
എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം ജീവിതത്തിൽ വരുമ്പോഴേക്കും വീണു പോണ ആൾക്കാർ, ഇവരൊക്കെ ഇച്ഛാശക്തി ഉണ്ടാവാൻ, മനസ്സിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബലം ഉണ്ടാവാൻ വള്ളി സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുകയാണ് വേണ്ടതെന്നാണ്. കാരണം വള്ളി ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകമാണ്. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയുമാണ് ഭഗവാന്റെ കയ്യിലുള്ളത്. ഇച്ഛാശക്തിയുടെ രൂപത്തിൽ വള്ളി, ക്രിയാശക്തിയുടെ രൂപത്തിൽ ദേവസേന, ഒപ്പം ജ്ഞാനശക്തിയുടെ രൂപത്തിൽ ഭഗവാന്റെ കയ്യിലുള്ള വേൽ. ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് ശാശ്വതമായിട്ടുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. ചെയ്യണം എന്നുള്ള ആഗ്രഹം, ചെയ്യാനുള്ള കഴിവ്, ചെയ്യാനുള്ള അറിവ്, ഇത് മൂന്നുള്ള ഒരാൾക്കേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് വള്ളി, ദേവസേന, വേൽ ധരിച്ചിരിക്കുന്ന മുരുകൻ്റെ വിഗ്രഹം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആ സുബ്രഹ്മണ്യ സ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഏതൊരു പ്രവൃത്തിയിലും എന്നതുപോലെ ആരാധനാ കാര്യങ്ങളിലും കാലവും ദേശവും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പൂജാവിധികൾ, ഉത്സവ രീതികൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം അത് രൂപപ്പെട്ട പ്രദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ സംസ്കാരത്തെ ഇടകലർത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. മനുഷ്യസഹജമായ സർവ്വദുഃഖങ്ങളും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് നിർവൃതിയുടെ ഭക്തിരസം നുകരുകയാണ് ഭക്തജനങ്ങൾ ചോറ്റാനിക്കര ദേവി സന്നിധിയിൽ. കലികാലത്തിന്റെ ബാധാദോഷങ്ങളിലകപ്പെട്ട ജനത ഇത്തിരി സമാശ്വാസത്തിനായി അമ്മയെ ശരണം പ്രാപിച്ച് ഭജനമിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. വിഷ്ണുവിൻ്റെയും ദുർഗയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് എടാട്ട് നമ്പൂതിരി കുടുംബമായിരുന്നു നിത്യപൂജകൾ നടത്തിയിരുന്നത്. കാലക്രമത്തിൽ എടാട്ട് ഇല്ലം അന്യം നിന്നപ്പോൾ ഇവിടുത്തെ ഊരായ്മ അയനിക്കാട് ഇല്ലത്തിന് വന്നു ചേർന്നു. ഇത് ഭജനമൂത്ത് ഊരായ്മയായതാണ് എന്ന് പഴയ കഥകൾ പറഞ്ഞു തരുന്നു. അയനിക്കാട്ടില്ലവും അന്യം നിന്നപ്പോൾ ക്ഷേത്രഭരണം 1065 കന്നിമാസത്തിൽ സർവ്വസ്വത്തുക്കളോടും കൂടി സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു. ചോറ്റാനിക്കര ദേവി പ്രതിഷ്ഠയിൽ രാവിലെ മൂകാംബിക സരസ്വതിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. രാവിലെ ഇവിടുത്തെ ശിവേലി കഴിഞ്ഞ് സരസ്വതി ദേവി മൂകാംബികയിലേക്ക് പോകുമത്രേ. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നീ മൂർത്തികൾ ഇവിടെ ഉപദേവന്മാരായി പൂജിക്കപ്പെടുന്നു. വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ആകൃതിയിലുള്ള ഗോളകയാണ് പ്രതിഷ്ഠാശിലയിൽ ചാർത്തുന്നത്. ചോറ്റാനിക്കരയമ്മ ശാന്തമൂർത്തിയും അഭീഷ്ട വരദായിനിയുമാണ്.
ആധി, വ്യാധി, പ്രേതോപദ്രവങ്ങൾ മുതലായ ദുരിതങ്ങൾ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് അഭയകേന്ദ്രമാണ് ചോറ്റാനിക്കര. നിഷ്ഠയായ ഭജനാദികളോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകും എന്നാണ് അനുഭവം. രോഗവും ബാധാദോഷവും മാറുന്നതിനു വേണ്ടി തീർത്ഥക്കിണറ്റിലെ വെള്ളം, പഞ്ചഗവ്യഘൃതം, ഗുരുതി എന്നിവ ഇവിടെ പ്രധാനപ്പെട്ടവയാണ്. കീഴ്ക്കാവിൽ നടക്കുന്ന ഗുരുതി പൂജയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിഷ്ഠാസ്ഥാനത്തു നിന്ന് കിട്ടുന്ന മണ്ണ് കൂടിലാക്കി ധരിച്ചാൽ യാതൊരുവിധ ബാധാദോഷങ്ങളും ഉണ്ടാവുകയില്ലത്രേ. ശംഖ്, ചക്രം, വരദം, അഭയം എന്നീ 4 മുദ്രകളോടും കൂടിയാണ് ചോറ്റാനിക്കരയമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത്. കൊച്ചി രാജകുടുംബം ചോറ്റാനിക്കരയമ്മയെ അവരുടെ കുലദൈവം എന്ന നിലയിലാണ് ആരാധിച്ചു പോന്നത്. ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ തീർത്ഥാടനം നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആചാര്യസ്വാമികളുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം ഉണ്ടായതത്രേ. ദേവി ചൈതന്യം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലം ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. ഈ തറയിൽ കാണുന്ന പവിഴമല്ലി ദേവിയുടെ ആവിർഭാവകാലം മുതൽ ഇവിടെ നിലനിൽക്കുന്നതാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. ശ്രീകോവിലിന് മുന്നിലായി ജപമണ്ഡപവും വടക്കുഭാഗത്ത് പൂർണ്ണ പുഷ്കല സമേതനായി ശാസ്താവും സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ അംഗരക്ഷകനും കാര്യസ്ഥനും എന്ന നിലയ്ക്കാണ് ഇവിടെ ശാസ്താവിൻ്റെ സ്ഥാനം. ബാധോപദ്രവകാരികളെ പന്തീരടി സമയത്ത് ശാസ്താവ് തുള്ളിച്ച് നട തുറക്കുന്ന സമയം ദേവീ സന്നിധിയിൽ സത്യം ചെയ്യിച്ച് കീഴ്ക്കാവിലമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കീഴ്ക്കാവിലമ്മ പിന്നീട് ആരെയും ഉപദ്രവിക്കാത്ത വിധം ബാധയെ പാലയിൽ ആണിയടിച്ച് ബന്ധിപ്പിക്കുന്നു. ചോറ്റാനിക്കരയിലെ ഉത്സവത്തിൽ ഉത്രം നാൾ ആറാട്ട് പ്രമുഖമാണ്. ഉത്സവത്തിൽ മകം തൊഴൽ ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നു. ഉത്സവത്തിന് കൊടിയേറി 7-ാം നാളിലാണ് മകം തൊഴൽ. ചോറ്റാനിക്കര മകം എന്ന് ഇത് പ്രസിദ്ധമാണ്.
മണ്ഡപത്തിൽ പാട്ട്, മുറജപം, 12,000 പുഷ്പാഞ്ജലി, അന്നദാനം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. തികച്ചും നിഗൂഢമായ ആധ്യാത്മിക സാധനയുടെ തത്വം ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രാങ്കണമാണ് ചോറ്റാനിക്കര ദേവീ സന്നിധി. ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ സകല പാപങ്ങളും കടന്ന് ശുദ്ധാന്തകരണരായി സായുജ്യം നേടുന്നു. വേഷം, ചലനം, മുഖഭാവം എന്നിവയിൽ നിന്നെല്ലാം ഒരു വ്യക്തിയുടെ സ്വഭാവം തിരിച്ചറിയാം. വൃത്തിയുള്ള വേഷം ധരിക്കാനും മുഖത്ത് പുഞ്ചിരി വരുത്താനും അംഗവിക്ഷേപങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാനും ശ്രമിക്കുക. സമൂഹ മധ്യത്തിൽ നമ്മുടെ വില വർദ്ധിക്കാൻ ഇത് സഹായിക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.